അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും SFQ സ്പോർട്ടിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ തജ്വീദ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. വേർതിരിക്കാം. അപ്പോൾ താഴെ ബ്രാക്കറ്റിൽ കുറേ വാക്കുകൾ, കുറേ അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളുമുണ്ട്, ഇത്തുബാക്കിൻ്റെ അക്ഷരങ്ങളുമുണ്ട്. അപ്പോൾ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ആദ്യത്തെ ഭാഗത്ത് എടുത്തെഴുതുക, ഇത്തുബാക്കിൻ്റെ അക്ഷരങ്ങൾ രണ്ടാമത്തെ ഭാഗത്തും എടുത്തെഴുതുക. അപ്പോൾ ഏതൊക്കെയാണ് ആ ബ്രാക്കറ്റിൽ ഉള്ളതെന്ന് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഖാഫ്, ത്വാ, സ്വാദ്, വാദ്, അതുപോലെ ത്വാ, ജീമ്, ദാല്, ളാ, ബാ. അപ്പോൾ ഇതിലേതാണ് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ നോക്കാം. ഖാഫും ത്വാഉം ബാ, ജീമ്, ദാല്. അപ്പോൾ ഈ അക്ഷരങ്ങളാണ്, ഈ 5 അക്ഷരങ്ങളാണ് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ അത് കൽക്കലത്തിൻ്റെ നേരെ എഴുതി കൊടുക്കുക. രണ്ടാമത്തത് ഇത്തുബാക്കിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? സ്വാദ്, ളാദ്, ത്വാ, ളാ. അപ്പം ഇതാണ് ഇത്തുബാക്കിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ അതവിടെയും എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. 6ഓളം ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പം ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അതുപോലെ ശൂന്യമായ വീട് പോലെയാണ് സക്തയുടെ ഹാഇന് താ ആയിട്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ഏതാണ്? ഒന്നാമത്തത് വായിച്ചു നോക്കാം. അപ്പോൾ ഒന്നാമത്തിനോട് യോജിച്ചത് ഏതാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് അൽ മാഹിറു ഫിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ. അതിനോട് യോജിച്ചത് ഏതാണ്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ എന്നുള്ളതാണ്. അപ്പോൾ അതവിടെ എടുത്തെഴുതുക. ഇനി രണ്ടാമത്തത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. മൂന്നാമത്തത് സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് എന്ന് ആ ഒരു ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. നാലാമത്തത് തഅനീസിൻ്റെ ഹാഇനെ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കേണ്ടത് താ ആയിട്ട്. അപ്പോൾ തഅനീസിൻ്റെ ഹാഇനെ ചേർത്തി ഓതുമ്പോൾ എന്തായിട്ടാണ് ഉച്ചരിക്കേണ്ടത്? താ ആയിട്ട്. അപ്പോൾ അവിടെ താ ആയിട്ട് എന്നുള്ളത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഇനി അഞ്ചാമത്തത് എപ്പോഴും സുക്കൂനായിരിക്കും സക്കത്തയുടെ ഹാഇന്. അപ്പോൾ സക്കത്തയുടെ ഹാഇന് എപ്പോഴും എന്തായിരിക്കും? സുക്കൂനായിരിക്കും. ഇനി അടുത്തത് ആറാമത്തത് അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം ശൂന്യമായ വീട് പോലെയാണ്. അപ്പോൾ ശൂന്യമായ വീട് പോലെയാണ് എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ പ്രവർത്തനമാണ് ഓരോ ഉദാഹരണം എഴുതാം. അപ്പോൾ അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ ഓരോ ഉദാഹരണം വീതം എഴുതി കൊടുക്കുക. ആദ്യത്തേത് ഹാ ഉത്ത് അനീസ്. ഹാ ഉത്ത് അനീസിന് ഒരു ഉദാഹരണം എഴുതുക. ഇവിടെ കുറേ ഉദാഹരണം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്നാണ് എഴുതേണ്ടത്. നോക്കാം. അൽ ഖാരിയ, അൽ ആഷിയ, ഫാകിഹത്തിൻ കസീറ, മഖ്തൂഅ, മംനൂഅ. അപ്പം ഹാ ഉത്ത് അനീസിന് ഒരു ഉദാഹരണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് രണ്ടാമത്തത് ഹാ ഉൽ അമീറിന് എന്താണ്? ഹാ ഉൽ അമീറിൻ്റെ മുമ്പ് സുക്കൂൻ വന്നതിന് അൻഹു, അൻഹു തലഹ, അതുപോലെ വ ഇലൈഹി, വ ഇലൈഹി മസ്വീർ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം ഇവിടെ എഴുതുക. ഇനി മൂന്നാമത്തത് സക്തയുടെ ഹാഇന് മാഹിയ, ഇഖ്തദി, മാലിയ, ഹിസാബിയ, കിതാബിയ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം സക്കത്തയുടെ ഹാഇനൊരു ഉദാഹരണമായിട്ട് അവിടെ എഴുതി കൊടുക്കുക. ഇനി നാലാമത്തത് നീട്ടി ഓതേണ്ട ഹാ ഉൽ അമീറിന് ഒരു ഉദാഹരണം ഏതാണ്? ലഹു മാഫി, ലഹു, ലഹു മാഫി അസ്സമാവാതി ബിഹി യസ്തഗ്ജിലൂൻ. അപ്പോൾ ഏതെങ്കിലും എന്താക്കുക? ബിഹി യസ്തഗ്ജിലൂൻ, അതുപോലെ ലഹു മാഫി സമാവാതി. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് 5ാമത്തെ ചോദ്യമാണ് ഹംസത്തുൽ വസ്ലിന്. ഹംസത്തുൽ വസ്ലിന് ഒരു ഉദാഹരണം എഴുതുക. ഏതാണ്? വഹ്ഷൗനി. അപ്പോൾ അവിടെ
നമ്മൾ കൂട്ടി ഓതുന്നത് കൊണ്ടാണ് അവിടെ വസലിൻ്റെ അംശം ഉച്ചരിക്കാതെ വരുന്നത് അല്ലേ. വഖ്ഷൗനിൽ യൗമ, വഖ്ഷൗനിൽ യൗമി. ഇനി വഖ്ഷൗനിൽ എന്ന് നിർത്തിക്കൊണ്ട് നമ്മൾ അൽ യൗമ എന്ന് തുടക്കമാണ് ഓതുന്നതെങ്കിൽ അവിടെ ഉച്ചാരണത്തിൽ വസലിൻ്റെ അംശം വരും. ഇങ്ങനെ വരും, അൽ യൗമി എന്ന് വരും. അല്ലെങ്കിൽ വരില്ല, ഇങ്ങനെ വഖ്ഷൗനിൽ യൗമി എന്നേ വരുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തുടക്കത്തിൽ ഉച്ചാരണത്തിൽ വരുന്നതും കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതുമായിട്ടുള്ള ഹംസക്കാണ് വസലിൻ്റെ ഹംസ എന്ന് പറയുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ ഏതൊക്കെയാണ്? ലി നഫ്സി ദുഹബ്, അതുപോലെ ഈസ ഇബ്നു മറിയം, ഇത് ഖാലത് ഇംറഅ, അതൊക്കെ ആണ് ഹംസത്തുൽ വസ്ലിൻ്റെ ഉദാഹരണം. ഇനി അടുത്തത് ഉദ്ദേശം എഴുതാം എന്നുള്ളതാണ്. നാലാമത്തെ ഒരു പ്രവർത്തനമായിട്ട് വരുന്നത് ഇസ്തിഅ്ലാ. എന്താണ് ഇസ്തിഅ്ലാ? ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരുന്നതിനാണ് ഇസ്തിഅ്ലാ എന്ന് പറയുന്നത്. രണ്ടാമത്തത് റിഹ്വ്. എന്താണ് റിഹ്വ്? മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ. മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കുന്നതിനാണ് റിഹ്വ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് ഇത്തുബാഖ്. എന്താണ് ഇത്തുബാഖ്? നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരുന്നതിനാണ് ഇത്തുബാഖ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ പ്രവർത്തനമാണ് ഉത്തരം എഴുതാം എന്നുള്ളത്. അപ്പോൾ അവിടെ 3 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോ ചോദ്യവും നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തേത്, ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്താണ്? ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്താണ്? നമ്മൾ മേലെ പറഞ്ഞതാണ്, എന്നാലും നോക്കാം. ചേർത്ത് ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസ. അപ്പോൾ ചേർത്ത് ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസ, അതിനാണ് എന്ത് പറയുക? ഹംസത്തുൽ വസ്ൽ എന്ന് പറയുക. രണ്ടാമത്തത്, ഹംസത്തുൽ ഖത്ഇ എന്നാൽ എന്താണ്? ഉത്തരം, തുടക്കത്തിൽ ചേർത്തി ഓതുമ്പോഴും ഉച്ചാരണത്തിൽ വരുന്ന ഹംസ. തുടക്കത്തിലും ചേർത്തി ഓതുമ്പോഴും ഉച്ചാരണത്തിൽ വരുന്ന ഹംസക്കാണ് ഹംസത്തുൽ ഖത്ഇ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിനാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്? അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസത്തിനാണ്. അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസത്തിനാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തത്, പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ 2 എഴുതുക. ഏതൊക്കെയാണ്? ആയത്തുൽ കുർസിയെ, ലൗ അൻസൽന, ആമന റസൂലു. അപ്പോൾ ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, പതിവായി ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ. കുറേ സൂറത്തുകളുണ്ട് അല്ലേ? സൂറത്തുൽ ഫാത്തിഹ, സജദ, യാസീൻ, റഹ്മാൻ, വാഖിഅ, അൽ മുൽക്ക്, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി. അപ്പോൾ ഇതൊക്കെ പതിവായി ഓതൽ സുന്നത്തുള്ള സൂറത്തുകളാണ്. ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി 7ാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. 5ഉം 6ഉം 7ഉം ഡേഷ് ഹർഫുകളുണ്ട്. 5ൽ കുറവുള്ളതോ ഡേഷ് കൂടുതലുള്ളതോ ഇല്ല. അപ്പോൾ അത് പൂരിപ്പിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും? 5ഉം 6ഉം 7ഉം സിഫത്തുകളുള്ള ഹർഫുകളുണ്ട്. 5ൽ കുറവുള്ളതോ 7ൽ കൂടുതലുള്ളതോ ഇല്ല. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.